നമസ്കാരം. നമ്മൾ ബയോളജി 9th ക്ലാസ് 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയുടെ 3ാമത്തെ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകാർക്കും CBSEക്കും മിക്സ് ചെയ്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റും CBSEയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സിമ്പിൾ കാര്യം ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ ചില സ്റ്റേറ്റിൻ്റെ സിലബസ് നോക്കിയാൽ അത് 9 CBSEയിലെ പാഠങ്ങളാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ സെൽ ആസ് എ യൂണിറ്റ് ഓഫ് ലൈഫ്, ടിഷ്യൂസ് എന്നൊക്കെ പറയും. അങ്ങനെ കുറേ പാഠങ്ങൾ 9ലത് CBSEയിലെ 9ലെ ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റിലായിരിക്കും. സ്റ്റേറ്റിലെ ചിലത് CBSEയിൽ 8ലായിരിക്കും, 9ലുള്ളത് 8ലേക്ക്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടക്കുന്നുള്ളൂ. കണ്ടൻറ്റ് സെയിമാണ്. നമ്മൾ കണ്ടൻറ്റാണ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അത് 8, 9, 10 റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നാൽ 11th 12th വളരെ എളുപ്പമാകും. കാരണം 11th 12th ആ ബേസിലാണ് ഞാനിത് ഓരോ ക്ലാസ്സും ഇടുന്നത്. ഇനി ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, CBSEയിൽ ഉള്ളതും എന്നാൽ സ്റ്റേറ്റിൽ ഇല്ലാത്തതുമായ ഏതെങ്കിലും ഏരിയയിലെ ടോപ്പിക്കുകൾ വരികയാണെങ്കിൽ അത് മാത്രമായിട്ട് ഞാൻ CBSE എന്ന് പറഞ്ഞ് ഇടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം എപ്പിസോഡുകളിൽ സ്റ്റേറ്റ് ആൻഡ് CBSEയും തന്നെ ഇട്ടിരിക്കുന്നത്. രണ്ടും പഠിക്കുന്ന കുട്ടികളെ നീറ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിൽ പിന്നുള്ള ആർക്കും പറ്റത്തില്ല. അവർ ഹൈ റാങ്ക് വാങ്ങിക്കും. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 8 ഇപ്പോഴേ തന്നെ നോക്കി പോകാമെങ്കിൽ അവർ അടുത്ത വർഷം ടോപ്പ് ആവാം തുടക്കത്തിൽ തന്നെ. പിന്നെ 8കാർ 9, 9, 10 ഒക്കെ അഡ്വാൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. കാരണം ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ സമയം ആവശ്യം പോലെയുണ്ട്. പിന്നെ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനും കൂടെ കരുതിയും കോമ്പറ്റേറ്റീവ് മറ്റ് ടെസ്റ്റുകൾക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. PSCയുടെ ടെസ്റ്റുകളും ഇതെല്ലാം. അപ്പോൾ നീറ്റിൽ വരുമ്പോൾ നമ്മൾ കിട്ടുന്നത് MBBSനാണ്. MBBS ഡബിൾ ബാച്ചിലർ ഡിഗ്രിയാണെന്ന് അറിയാമല്ലോ. ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി, MBBS. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഡോക്ടേഴ്സ് ആവുന്നത്. അവർ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ട് അവർ പ്രാക്ടീസാണ് ചെയ്യുക. ദാറ്റ് മീൻസ് അവരെപ്പോഴും പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയമില്ല, നമുക്ക് ടൈമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ? നമുക്ക് ധാരാളം സമയമുണ്ട്. നമ്മൾ വേസ്റ്റാക്കുന്ന സമയം നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാനൊരു ബിലോ ആവറേജും പയ്യനായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എബവ് ആവറേജ് ആവാം. ഞാൻ ആവറേജുകാർക്കും ബിലോക്കാർക്കും വേണ്ടിയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് അവരെ ഉയർത്തി ഒരു എബവ് ആവറേജ് ഗിഫ്റ്റഡ് ആക്കുക. അപ്പോൾ അവർക്കും ഇതിനകത്തുണ്ട്. അംബീഷൻ വലുതായിരിക്കണം. അതിനുവേണ്ടിയാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. അതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ സമയമില്ല, അയ്യോ കൂടുതൽ നോക്കാൻ. ചില രക്ഷകർത്താക്കൾ പറയും 10 തന്നെ പഠിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ CBSE തന്നെ നോക്കാൻ സമയം കിട്ടില്ല, 8 തന്നെ പഠിക്കാൻ സമയം കിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. വേണമെന്ന് വിചാരിച്ചാൽ താല്പര്യമാണ് അടിസ്ഥാനം. എനിക്ക് ഇൻട്രസ്റ്റ്, എനിക്ക് ബയോളജി പച്ചവെള്ളം ആക്കണം. ബയോളജി സിമ്പിളാണ്, വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്. നമ്മൾ പറയാറില്ലേ, ജാവ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ്. അതുപോലെ ബയോളജി സിമ്പിളാണ് പക്ഷേ മനസ്സിലാക്കാതെയാണ് പഠിക്കുന്നതെങ്കിൽ +1 +2 പോയി കടുക്കും, വെള്ളം കുടിക്കും. കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ബയോളജി നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. എനിക്ക് വലിയ കോംപ്ലക്സ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ സാധാക്കാരൻ്റെ പ്രതിനിധിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കയറുന്നു. 9th ബയോളജി 3rd ചാപ്റ്റർ 3ാമത്തെ അധ്യായം. അതിലെ 2ാമത്തെ പാർട്ട് ഹാർട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ ഞാൻ ഹാർട്ടിൻ്റെ പടം വരച്ച് തന്നത് പറയാം. പടം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ. ഞാൻ എന്നെ ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് കാണുക. അപ്പോൾ ഇതെൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്, ഇതെൻ്റെ റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ഇതെൻ്റെ ലെഫ്റ്റ് സൈഡാണ്, ഇതെൻ്റെ റൈറ്റ് സൈഡാണ്. ഞാനിവിടെ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇപ്പുറവും റൈറ്റ് സൈഡ് ഇപ്പുറമായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു പടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇങ്ങനെ ഇവിടെ വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നമ്മൾ വരുന്നു. ഭയങ്കര ഭംഗിയായിട്ടൊന്നും വരയ്ക്കുന്നില്ല. കാരണം ബയോളജിക്ക് ഭയങ്കര ഭംഗിപ്പടമൊന്നും വരയ്ക്കേണ്ട. കാരണം ഡ്രോയിങ് കോമ്പറ്റീഷനല്ല. പക്ഷെ ഭാഗങ്ങൾ കറക്റ്റായിരിക്കണം. ലേബൽ ചെയ്യുമ്പോൾ ഭാഗങ്ങൾ കറക്റ്റായിരിക്കണം. അത്രേ ഉള്ളൂ. ഡ്രോയിങ് കോമ്പറ്റീഷന് വേറെ ഫൈൻ ആർട്സ് കോളേജിൽ വേറെ കോഴ്സുണ്ട്, BFA, ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് സബ്ജക്റ്റ്. അപ്പോൾ ഫൈൻ ആർട്സ്. അപ്പോൾ നമുക്കിത് നമ്മുടെ സബ്ജക്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇത്. ദെൻ ഇത് വന്നതിന് ശേഷം നമുക്ക്
ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെയും കണക്ട് ചെയ്ത് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വണ്ണം കൂടുതലായിരിക്കും, ഇവിടെ നമുക്ക് വണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊരു കുഴൽ പോകും, ഇവിടെ നിന്നും അങ്ങോട്ടേക്കൊരു കുഴൽ പോകും, ഇവിടേക്കൊരു കുഴൽ വന്ന് ചേരും, ഇവിടേക്ക് വന്ന് കുഴൽ ചേരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നത്, ഇത് ഇങ്ങോട്ട് വരുന്നത്, ഇത് അങ്ങോട്ടേക്ക് പോകുന്നത്, ഇത് അങ്ങോട്ടേക്ക് പോകുന്നു. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിനെ നമ്മൾ ഓറിക്കിൾ ഓർ ഏട്രിയം എന്ന് പറയും. ഇത് അപ്പോൾ ലെഫ്റ്റ് ഓറിക്കിൾ, ഇത് വെൻട്രിക്കിൾ എന്ന് പറയും, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് റൈറ്റ് ഓറിക്കിൾ ഓർ റൈറ്റ് ഏട്രിയം എന്ന് പറയും. ഇത് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോഴുള്ള ഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? ബോർഡിൻ്റേതായ രീതിയിൽ തിരിഞ്ഞു നിന്ന് എഴുതുമ്പം ഇത് റൈറ്റ് ആവും, ഇത് ലെഫ്റ്റ് ആവും. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാർഡിയാക് മസിൽ കൊണ്ട് ഹാർട്ടിൻ്റെ കവറിങ്ങിനെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് പറയുക. ആ പെരികാർഡിയം കൊണ്ട് ഹാർട്ടിനെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെയുണ്ട്, ഹാർട്ടിൻ്റെ പെരികാർഡിയൽ കവറിങ്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന സൈഡിൽ ഉള്ളത് പ്യുവർ ബ്ലഡാണ്. പ്യുവർ ബ്ലഡ്, ഇവിടെയും പ്യുവർ ബ്ലഡ്. റൈറ്റ് സൈഡിലെന്ന് പറയുന്നത് ഇംപ്യുവർ ബ്ലഡ്. ഇംപ്യുവർ ബ്ലഡ്, ഇംപ്യുവർ ബ്ലഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കാണാൻ പറ്റും ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇവിടേക്കുള്ളത് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ്. ഇവിടെ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓർ ഇംപ്യുവർ ബ്ലഡ്. ഇത്ര എഴുതി വെച്ചത് വളരെ സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇനിയാണ് നമ്മൾ വർക്കിംഗ് പറയാൻ പോകുന്നത്. ഓക്കെ, വർക്കിംഗ്. അപ്പോൾ ഇത് സ്ട്രക്ചറും ഇതിൻ്റെ ഭാഗങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഭാഗങ്ങളിലൂടെ ഉണ്ട്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലുള്ള വാൽവുകളുണ്ട്. രണ്ട് സ്പൂൺ പോലെയുള്ള വാൽവുണ്ട്. അതിനെ പറയുന്ന പേരാണ് ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് എന്നും പറയും. മിട്രൽ വാൽവ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് 3 സ്പൂണുകൾ പോലെ ഇരിക്കും. അതിനെ പറയുന്ന പേര് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും. അപ്പോൾ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ ബൈകസ്പിഡ്, ഇത് തിരിഞ്ഞു പോകും. സ്വാഭാവികമായിട്ട് ഇവയെല്ലാം തിരിഞ്ഞു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകാതിരിക്കാനാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇടതുവശത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡുള്ള, നല്ല ബ്ലഡുള്ള, പ്യുവർ ബ്ലഡുള്ള ഇടതുവശത്ത് 2 വാൽവുകളാണ് ഉള്ളത്, കസ്പിഡുകൾ. ബൈകസ്പിഡ്, 2 കസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് എന്ന് പറയും. ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഇംപ്യുവർ ബ്ലഡാണ്, അതിന് 3 വാൽവ് ഉണ്ടാവും, 3 കസ്പിഡുകൾ അല്ലെങ്കിൽ 3 സ്പൂൺ പോലെയുള്ള സ്ട്രക്ചർ. അതിനെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ട്രൈകസ്പിഡ് റൈറ്റ് സൈഡിൽ 3 വാൽവ് കൊടുത്തിരിക്കുന്നത് അറിയാമോ? ചോദ്യം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കോമൺ സെൻസ് ലോജിക്. ഇതിനകത്ത് ഭാരം കൂടിയ ബ്ലഡ് ഏത് ഭാഗത്താണ്? ഇംപ്യുവർ ബ്ലഡാണോ ഭാരം കൂടുതലുള്ളത്? അത് പുസ്തകത്തിലില്ല. പ്യുവർ ബ്ലഡിനാണോ ഭാരം കൂടുതൽ? നോ ഡൗട്ട്, ഭാരം കൂടുതലുള്ള ബ്ലഡ് ഇംപ്യുവർ ബ്ലഡിനായിരിക്കും. മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഈ മാലിന്യം നിറഞ്ഞിരിക്കുന്ന ബ്ലഡ് ഇതിനകത്ത് ഓറിക്കിൾ ഏട്രിയത്തിൽ വരുമ്പോൾ അതിനെ താങ്ങണമെങ്കിൽ 3 വാൽവ് വേണം. അത് പോയി ശുദ്ധീകരിച്ച് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇംപ്യുവർ ബ്ലഡാണ്. പ്യുവർ, ശുദ്ധമായ ബ്ലഡാണ്. അതിന് ഭാരം കുറവാണ്. അതിന് 2 വാൽവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അശുദ്ധ രക്തം ഉള്ളതാണ് റൈറ്റ് സൈഡ്. നമ്മുടെ ശുദ്ധ രക്തമുള്ളതാണ് ഇടതുവശം.
അപ്പോൾ ഈ അശുദ്ധ രക്തത്തിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കാൻ കൊണ്ടുപോകുന്നതെന്ന് അടുത്തത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. അശുദ്ധ രക്തം എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിലെത്തുന്നത്? ബോഡിയുടെ താഴെഭാഗം, ഈ താഴെഭാഗത്തിനെ നമ്മൾ ഇൻഫീരിയർ റീജിയൻ എന്ന് പറയും. ഹാർട്ടിന് മുകളിലുള്ള പാർട്ടിനെ സുപ്പീരിയർ റീജിയൻ എന്ന് പറയും. അപ്പോൾ ബോഡിയുടെ താഴെ ഭാഗത്ത് കാലുകൾ വരെയുള്ള ഭാഗത്തു നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളെ നമ്മൾ പറയുന്ന പേരാണ് വെയിൻസ്. നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിൽ നിന്നും ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന, മുകളിൽ നിന്ന് നമ്മുടെ തലയിൽ നിന്ന് കഴുത്ത്, നമ്മുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്ന ആളിനെ പറയുന്ന കുഴലിൻ്റെ പേരും വെയിൻ. അപ്പോൾ ശരീരഭാഗങ്ങളിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്ന കുഴലുകളുടെ പേരാണ് വെയിൻ. എന്ന് പറഞ്ഞാൽ വെയിൻ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തത്തിനെ വഹിക്കുന്നവരാണ് വെയിനുകൾ, ഒരേ ഒരു വെയിൻ ഒഴിച്ച്. എന്ന് പിന്നെ പറയാം. ആ ഒരേ ഒരു വെയിൻ ശുദ്ധരക്തത്തിനെയാണ് വഹിക്കുക. ഓക്കെ, അത് എൻട്രൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ വെയിൻ നേരെ ഇവിടെ നിന്ന് ബ്ലഡിലേക്ക് ഇവിടെ ഹാർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ബോഡിയുടെ താഴെ ഭാഗത്ത് നിന്നും ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന വലിയ കുഴലിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫീരിയർ വീന കാവ. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗം. മുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് സുപ്പീരിയർ പാർട്ടാണ്. സുപ്പീരിയർ എന്ന് വരുന്നത് സുപ്പീരിയർ വീനക്കാവ. ഈ പറയുന്ന ഇൻഫീരിയർ വീനക്കാവയും ഈ വരുന്ന സുപ്പീരിയർ വീനക്കാവയും കൂടെ ഇവിടെ വന്ന് ചേരും. ഈ വീനക്കാവയായിട്ട് ഇവിടെ റൈറ്റ് ഓറിക്കിളിൽ വന്ന് തുറക്കും. അങ്ങനെയാണ് റൈറ്റ് ഏട്രിയത്തിൽ വലത് അറയിൽ ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തം കൊണ്ട് നിറയും. ഈ അശുദ്ധ രക്തം ഭാരം കൂടുതലാണ്. അതുകൊണ്ട് 3 വാൽവുകൾ വെച്ചിട്ടുണ്ട്. ട്രൈ കസ്പിഡ് വാൽവ്. അതിലൂടെ ബ്ലഡ് എവിടെ എത്തും? റൈറ്റ് വെൻട്രിക്കിളിലെത്തും. വെൻട്രിക്കിളിൻ്റെ വാളുകൾ കട്ടി കൂടുതലാണ്. കാരണം അടിച്ച് പമ്പ് ചെയ്താണ് മുകളിലേക്ക് കുഴലുകളിൽ കയറ്റി വിടേണ്ടത്. അപ്പോൾ അത്രയ്ക്ക് അടിച്ച് പമ്പ് ചെയ്ത് കയറ്റി വിടുമ്പോഴത്തേക്ക് ഹാർട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ, വെൻട്രിക്കിളൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വെൻട്രിക്കിളിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്, ഒരു മാസ്റ്റർ ക്രിയേറ്റർ ഇല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം ശരിയാകും? സിമ്പിൾ ആലോചിക്കും. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്ക് തിന്നുക, കറങ്ങുക, പഠിക്കുന്ന കുട്ടികൾ, ലക്ഷ്യമുള്ള കുട്ടികൾ നന്നായി പഠിക്കുന്നു. അല്ലാത്തവർ നമ്മൾ കുറേ സമയം വേസ്റ്റാക്കി കളയുന്നു. കുറേ കഴിയുമ്പോൾ നമ്മൾ വേസ്റ്റായി മാറിപ്പോകരുത്. നമുക്ക് ജനിക്കുന്നവൻ പാവപ്പെട്ടവനായിട്ട് ജനിക്കാം, അത് നമ്മുടെ തെറ്റല്ല. പക്ഷേ നമ്മൾ മരിക്കുന്നത് കീർത്തിയില്ലാതെ, പ്രശസ്തിയില്ലാതെ, ശ്രേഷ്ഠതയില്ലാതെ നമ്മൾ വീണ്ടും പാവപ്പെട്ടവനും ദരിദ്രനുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കില്ലേ? ചിന്തിക്കുക. അപ്പോൾ ഹാർട്ടിലെ വെൻട്രിക്കിൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് വാളാണ്. അത് പമ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് മുകളിലോട്ട് കയറും. അപ്പോൾ വെൻട്രിക്കിളിലെത്തി അശുദ്ധ രക്തം. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഈ അശുദ്ധ രക്തത്തിന് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന, ഹാർട്ടിൽ നിന്ന് രക്തത്തിനെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്ന കുഴലുകളെ പറയുന്ന പേരാണ് ആർട്ടറി. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും രക്തം കൊണ്ടുപോകുന്നത് അപ്പോൾ ഏത് രക്തമാണ്? ശുദ്ധരക്തം. അപ്പോൾ ശുദ്ധരക്തത്തിനെ, പ്യൂർ ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയുടെ എല്ലാ ഭാഗത്തും കൊണ്ടുപോകുന്നത് ആർട്ടറിയാണെങ്കിൽ, ഒരേ ഒരു ആർട്ടറി ഹാർട്ടിൽ നിന്നും ഇംപ്യൂർ ബ്ലഡിനെ അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ അല്ലെങ്കിൽ അശുദ്ധ രക്തത്തിനെ വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. ഹാർട്ടിൽ നിന്നും അശുദ്ധ രക്തത്തിനെ വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ആർട്ടറിയുടെ പേരാണ് പൾമിനറി ആർട്ടറി. പൾമിനറി എന്ന പേര് കിട്ടിയത്, പൾമനോ എന്ന് പറഞ്ഞാൽ ലങ്സുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ഈ ആർട്ടറി രക്തത്തിനെ വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്, ഇംപ്യൂർ ബ്ലഡാണ്. അത് ലങ്സിൽ കൊണ്ടുപോയി ലങ്സിൽ വെച്ച് വലിച്ചെടുത്ത ഓക്സിജനും ആൽവിയോളാർ സിസ്റ്റത്തിൽ വെച്ച് അത് ഓക്സിജനേഷൻ നടത്തി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിട്ടു. ഓക്സിജനെ മാത്രം നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ അബ്സോർബ് ചെയ്തു. ടെൻഷൻ ഓഫ് ലോഡിങ് എന്ന് വെച്ചാൽ അവിടെയെല്ലാം നിറച്ചു. എന്നിട്ട് ആ ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ഒരു രക്തക്കുഴൽ വരും. പുറത്തുനിന്ന് ഹാർട്ടിലേക്ക് വരുന്ന രക്തക്കുഴലുകളെ വെയിനുകളാണെന്ന് ഞാൻ പറഞ്ഞു. വെയിനുകളെല്ലാം അശുദ്ധ രക്തം ഓർ ഇംപ്യൂർ ബ്ലഡാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാലും
ഒരേ ഒരു വെയിൻ പ്യുവർ ബ്ലഡിനെ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ പേരാണ് പൾമിനറി വെയിൻ. കണ്ടോ, നേരത്തെ അങ്ങോട്ടേക്ക് പോയ പൾമിനറി ആർട്ടറി ആണെങ്കിൽ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് പ്യുവർ ബ്ലഡിനെ കൊണ്ടുവന്ന വെസലിൻ്റെ അല്ലെങ്കിൽ കുഴലിൻ്റെ പേരാണ് പൾമിനറി വെയിൻ. അപ്പം പൾമിനറി വെയിൻ എന്ത് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു? പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു. ബാക്കി എല്ലാ വെയിനുകളും ഇംപ്യുവർ ഓർ അശുദ്ധ രക്തത്തിനെ ക്യാരി ചെയ്യുന്നു. എല്ലാ ആർട്ടറികളും പ്യുവർ ബ്ലഡുകളെ ക്യാരി ചെയ്യുന്നു. ഒരേ ഒരു ആർട്ടറിയായ ഏതാർട്ടറി? പൾമിനറി ആർട്ടറി അശുദ്ധ രക്തത്തിനെ, ഇംപ്യുവർ ബ്ലഡിനെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു. കൂട്ടുകാർ മറന്നുപോയത് അത് എൻട്രൻസിന് ചോദിക്കുന്നതാണ്. അങ്ങനെ പ്യുവർ ബ്ലഡിനെ ലെഫ്റ്റ് ഓറിക്കിളിൽ കൊണ്ടുവന്നു. അത് ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് കോൺട്രാക്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇനി രക്തത്തിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകണം. അതിനുവേണ്ടി ഒരു വമ്പൻ കുഴൽ പുറത്തേക്ക് പോകും. ആ വമ്പൻ കുഴലിൻ്റെ പേരാണ് അയോർട്ട. അയോർട്ട എന്ന് പറയുന്ന ആ വലിയ ആർട്ടറി. ആ ആർട്ടറി ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പ്യുവർ ബ്ലഡുമായിട്ട് വന്നതിന് ശേഷം അത് പല രീതിയിൽ ബ്രാഞ്ച് ചെയ്ത് താഴേക്കും മുകളിലേക്കും എല്ലാ ഭാഗത്തേക്കും ഒക്കെ പോകും. ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന കരോട്ടിഡ് ആർട്ടറി എന്നൊക്കെ പറഞ്ഞ് അത്രയൊന്നും വേണ്ട, ഇതിൽ എല്ലാ സംഗതികളും അടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് പോകുന്ന ആർട്ടറിയാണ് അയോർട്ട. അത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക്. ഇതാണ് ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചറും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പോവുകയും വരികയും ചെയ്യുന്നു. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് ബ്ലഡ് വന്നത് എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. ഇംപ്യുവർ ബ്ലഡ് റൈറ്റ് ഓറിക്കിളിൽ വന്നു. എന്നിട്ട് ആ ഇംപ്യുവർ ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ ഒരെണ്ണമായി. എന്നിട്ട് ലങ്സിൽ നിന്ന് വീണ്ടും പ്യുവർ ബ്ലഡിനെ ഹാർട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് വെൻട്രിക്കിളിൽ നിന്ന് പ്യുവർ ബ്ലഡിനെ ബോഡിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ 2 വട്ടം വരികയും പോവുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ടോട്ടൽ സർക്കുലേഷനിൽ 2 പ്രാവശ്യം ഹാർട്ടിൽ ബ്ലഡ് വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. അത് ഞാൻ കൂടുതൽ കാര്യം പിന്നെ പറയും. ഇതാണ് ഹാർട്ടിനെ കുറിച്ചുള്ള സ്ട്രക്ചർ. കൂട്ടുകാർ ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ആർട്ടറി എന്നിലുള്ളത് എന്താണ്? പ്യുവർ ബ്ലഡാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ വെയിനുകളിൽ ഇംപ്യുവർ ബ്ലഡാണ്. അതിന് ഭാരക്കൂടുതലുള്ളത് കൊണ്ടും അത് താഴെ കാലിൻ്റെ പാദത്തിൽ നിന്ന് സഹിതം മുകളിലോട്ട് കയറി വരേണ്ടതായതുകൊണ്ട് അത് താഴോട്ട് പോകാതിരിക്കാൻ ഡൗൺവേർഡ് ഫ്ലോയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വെയിനുകളിൽ ഇടയ്ക്കിടയ്ക്ക് വാൽവുലാർ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. വാൽവുകൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ബ്ലഡ്, ഈ ഇംപ്യുവർ ബ്ലഡ് പാദത്തിൽ നിന്ന് ഹാർട്ട് വരെ എത്തിച്ചേരുന്നത്. അപ്പം വെയിനുകളിൽ വാൽവുകളുണ്ട്, എന്നാൽ ആർട്ടറികളിൽ വാൽവുകളില്ല. കാരണം അത് ഡൗൺവേർഡ് ഫ്ലോയിലേക്ക് നേരെ പോയി എല്ലായിടത്തും എത്തിച്ചേരുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഇതിന് 1-2 പോയിൻ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വെയിനുകൾ തിൻ വാൾഡ് ആയിരിക്കും, എന്നാൽ ആർട്ടറികൾ തിക്ക് വാളായിരിക്കും. കാരണം പമ്പ് ചെയ്ത് അടിച്ച് അകത്തേക്ക് കയറ്റി കൊടുക്കണ്ടേ, സെല്ലുകളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരണ്ടേ, ഹൈ പ്രഷർ ഉണ്ടാവും. എന്നാൽ വെയിനുകളിൽ ലോ പ്രഷറായിരിക്കും. പിന്നെ ഉള്ളത് ക്യാപ്പിലറികളാണ്. ക്യാപ്പിലറികൾ, അപ്പം വെയിന്, ആർട്ടറി, ക്യാപ്പിലറികൾ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വെന്യൂൾസ്, ആർട്ടീരിയോൾസാണ്. നമ്മളിപ്പോൾ കണ്ണിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്ലീറ, ഈ വെളുത്ത പാർട്ട്, അത് നമ്മൾ കണ്ണിൻ്റെ ഭാഗം പഠിക്കാം. നമ്മൾ കഴുത്തിങ്ങനെ അമർത്തി ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് കണ്ണാടി നോക്കിയാൽ മതി, നമ്മുടെ കണ്ണിൽ ചുമന്ന കളറിലുള്ള കുറച്ചേറിയ ഞരമ്പുകൾ ക്യാപ്പിലറി ഇങ്ങനെ തള്ളി വരുന്നതാണ്. അതാണ് ക്യാപ്പിലറി. അത്ര മൈന്യൂട്ടാണ് ക്യാപ്പിലറി. സാധാരണ നമ്മുടെ ബോഡിയിൽ ഇവിടെയൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് വെയിൻ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ വെന്യൂൾ അതിൻ്റെ ബ്രാഞ്ചാണ്. ഇപ്പം ഇതാണ് വെയിൻ, അതിൻ്റെ ബ്രാഞ്ചുകൾ എന്ന് പറയുന്ന വെന്യൂൾ, അതിൻ്റെ ബ്രാഞ്ചുകളായിട്ട് എന്ത് വരും? ക്യാപ്പിലറീസ്. ദെൻ ആ ക്യാപ്പിലറികൾ യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം തിരിച്ച് ഹാർട്ടിലേക്ക്, നേരത്തെ വെയിനായിട്ട് വന്നു, ദെൻ ഹാർട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ആർട്ടറി ആയിട്ട് മാറും. ആക്ച്വലി ആർട്ടറി, വെയിൻ, ആർട്ടീരിയോൾ, വെന്യൂൾ, ക്യാപ്പിലറീസ് ഇവ ചേർന്നിരിക്കും. കണ്ടിന്യൂസ് സിസ്റ്റമാണ്. പിന്നെ വന്ന് തിരിച്ചു പോകുക, അല്ലാതെ വന്ന് വിരലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ബ്ലഡിനെ അങ്ങ് അഴിച്ചു വിട്ടിട്ട് പിന്നെ ആർട്ടറിയിൽ നിന്ന് വെയിൻ തപ്പിപ്പിടിച്ച് വെയിൻ കയറിയൊന്നുമല്ല പോകുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സിസ്റ്റം.
ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു വാൽവ് മാത്രം ഞാൻ ഇതിനകത്ത് വിട്ടു. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. വിട്ട വാൽവ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അയോർട്ടയിലേക്ക് കയറിയപ്പോൾ ഉള്ള ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലേക്ക് കയറിയപ്പോഴും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറിയിലേക്ക് ബ്ലഡ് കയറുന്നതും തിരിച്ചിറങ്ങി പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വാൽവുലാർ സിസ്റ്റം വെച്ച് അടച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിയ വാൽവ് കൊണ്ടങ്ങ് അടയും. ആ വാൽവുകളെ പറയുന്ന പേരാണ് സെമി ലൂണാർ വാൽവ്സ്. അർദ്ധ ചന്ദ്രാകൃതിയിലുള്ള വാൽവുകൾ. അതുകൊണ്ട് ഇവ താങ്ങി നിർത്തിയിരിക്കും, താഴോട്ട് വരത്തില്ല. അല്ലെങ്കിൽ മുകളിലോട്ട് കയറിയത് വെൻട്രിക്കിളിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങിപ്പോരും. ഓക്കെ, ഇനി ഈ വാൽവുകൾ ഡാമേജ് ഉണ്ടാകും. അതൊക്കെ രോഗങ്ങളാണ്, വാൽവുലാർ ഡാമേജ്. അപ്പോൾ നമ്മുടെ ശ്രീ ചിത്ര സെൻറ്ററിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് അഭിമാനത്തോടെ പറയാം, പൂജപ്പുര ശ്രീ ചിത്ര സെൻറ്ററിൽ ആർട്ടിഫിഷ്യൽ വാൽവുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ വേറെ ഒരു അവസരത്തിൽ പറയാം. ഇതാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. ഹാർട്ട്, ആർട്ടറി, വെയിൻ, വെന്യൂൾ. ആർട്ടീരിയോൾ, വെന്യൂൾ. സോറി ഞാൻ തെറ്റിയല്ല, എനിക്ക് തന്നെ തെറ്റി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെയിൻ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് വരുന്ന എടുക്കാം. ഹാർട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആർട്ടീരിയോൾ, ക്യാപ്പിലറീസ് പോയതിന് ശേഷം ഈ ക്യാപ്പിലറീസ്, വെന്യൂൾസ്, വെയിൻ സിസ്റ്റം തിരിച്ച് എത്തിച്ചേരും. കാര്യം കണക്റ്റ് ആയല്ലോ. ഇത്രയേ ഉള്ളൂ. ഒന്ന് വരച്ചു വേണമെങ്കിൽ കാണിക്കാം. ഇത് ആർട്ടറി. അവിടെ നിന്ന് നമുക്ക് കാണാം ആർട്ടീരിയോൾ എന്ന് പറയുന്ന ബ്രാഞ്ച് പോലെ പോവാം. അവിടെ നിന്ന് ക്യാപ്പിലറീസ് എന്ന് പറയുന്ന മൈന്യൂട്ട് ആവാം. ഈ ക്യാപ്പിലറീസ് വീണ്ടും യുണൈറ്റ് ചെയ്ത് എന്തായി മാറും? വെന്യൂൾ. ദെൻ ഇവയെല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് വെയിൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് സിസ്റ്റമായിട്ട് വരും. അങ്ങനെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡും ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം വാട്ടറും ഇതെല്ലാം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും വിട്ടുപോയിട്ട് നോട്ടെ. ഹാർട്ട്, സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ ഓർ ഏട്രിയം ലെഫ്റ്റിലാണ്. ബൈകസ്പിഡ് വാൽവ് തിരിഞ്ഞിട്ടില്ല. മിട്രൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കിൾ തിരിഞ്ഞു പോകാം, മറക്കരുത്. ദെൻ റൈറ്റ് ഓറിക്കിൾ, ട്രൈകസ്പിഡ്, ദെൻ വെയിൻ, അതൊക്കെ പറഞ്ഞു. വർക്കിംഗ് ഓഫ് ഹാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പം അഡീഷണൽ ഞാൻ കുറച്ച് കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. വർക്കിംഗ് ഓഫ് ഹാർട്ട് വരുമ്പോൾ നമ്മൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോയിന്റുകളാണ് ഇനി പറയുന്നത്. വെർട്ടിബ്രേറ്റ്സിലും മൊളസ്കയിലും, വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹയർ വെർട്ടിബ്രേറ്റ്സ്, നമ്മൾ ഉൾപ്പെടുന്ന വെർട്ടിബ്രേറ്റ്സിലും പിന്നെ ഇൻവെർട്ടിബ്രേറ്റിക്കകത്ത് വരുന്ന ഒരു ക്ലാസ്സാണ്, ഒരു ഫൈലമാണ് മൊളസ്ക എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവയിലും ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റഡ് ബൈ കാർഡിയാക് മസിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പെരിക്കാർഡിയം ഹാർട്ടിനെ ഉണ്ടാക്കിയിരുന്ന കാർഡിയാക് മസിൽസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഇൻവോളണ്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചു. വിത്തൗട്ട് നെർവസ് സ്റ്റിമുലേഷൻ. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് അടയുകയും ചുരുക്കി ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇനി ഇതെല്ലാം മാറ്റിയിട്ട് ഞാൻ നോഡ്യൂൾ സിസ്റ്റം AV നോഡ് SA നോഡ് വരയ്ക്കാം. അത് അടുത്ത പാർട്ടിൽ ഇതിൽ തന്നെ. അപ്പോൾ എനിക്കിത് മാച്ചെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ മാറ്റുന്നു കേട്ടോ. ഇത് മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് മാച്ചെങ്കിൽ എനിക്കിത് കാണിക്കാൻ പറ്റൂ. ഇത് മതി. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിൽ ഹയർ ഗ്രൂപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പം ഹാർട്ടിന് ബീറ്റിംഗ് നടത്തണം. അതിനെ ഹാർട്ട് ബീറ്റ് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ബീറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കണം. ആ ഇലക്ട്രിക് കറണ്ട് രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ് ഹാർട്ടിനുണ്ട്. അത് എൻട്രൻസിന് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. മയോജനിക് ഹാർട്ടുകളും ന്യൂറോജനിക് ഹാർട്ടുകളും. ഹയർ ഗ്രൂപ്പിനകത്ത് വരുമ്പോൾ, ഹയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ്സിലും പിന്നെ മൊളസ്ക സ്പെഷ്യലായിട്ടുണ്ട്. എൻട്രൻസ് ക്വസ്റ്റ്യനാണ് മൊളസ്ക. അതിനകത്ത് വരുമ്പോൾ കാർഡിയാക് മസിൽ വിത്തൗട്ട് നെർവസ് സ്റ്റിമുലേഷൻ അല്ല. അങ്ങനെ എന്താ ചെയ്യുക? ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ, ഇലക്ട്രിക്കൽ ഇമ്പൾസ് വിട്ടുകൊടുക്കാൻ ഒരു പ്രത്യേക സിസ്റ്റം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവയെ പറയുന്ന പേര് മയോജനിക് ഹാർട്ട് എന്നാണ്. മസിൽ ഫൈബറുകൾ ആക്ടിവേറ്റ് ചെയ്ത് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇൻവെർട്ടിബ്രേറ്റ്സ്, ലോവർ ഗ്രൂപ്പ് ഓർഗാനിസംസിൽ ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നെർവ് സെല്ലുകൾ ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. നെർവ് സെല്ലുകളുടെ സഹായത്തോടെയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ലോവർ ഗ്രൂപ്പ് ഓർഗാനിസംസിൽ. അതിനെ ന്യൂറോജനിക് ഹാർട്ടുകളെന്ന് പറയും. അപ്പോൾ ന്യൂറോജനിക്കും മയോജനിക് ഹാർട്ടും വ്യത്യാസം മനസ്സിലായല്ലോ?
ഇനി അടുത്ത് ഹാർട്ട് ബീറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ സ്പെഷ്യൽ ടൈപ്പ് കാർഡിയാക് മസിൽ ഫൈബർ കാൾഡ് നോഡൽ ടിഷ്യൂ സിസ്റ്റം എന്നാണ് പറയുന്നത്. നോഡൽ ടിഷ്യൂ ഈ നോഡൽ ടിഷ്യൂ ഈസ് ഫോംഡ് ഓഫ് 2 കോൺട്രാക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് 1 കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഫൈബ്രിൽസ്. ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ 2 പാർട്ടുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺട്രാക്ഷൻ സെൻറ്റേഴ്സും 2 കണ്ടക്റ്റിംഗ് സിസ്റ്റവുമാണ്. ആ കോൺട്രാക്ഷൻ സെൻറ്റേഴ്സ് 2 ഉണ്ട്. 2 കോൺട്രാക്ഷൻ സെൻറ്റേഴ്സും ആൻഡ് 1 കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഫൈബ്രിൽസാണ്. ഈ കോൺട്രാക്ഷൻ സെൻറ്റേഴ്സ് ഹാർട്ടിനെ കോൺട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് SA നോഡും AV നോഡും. അതുകൊണ്ടാണ് 2 കോൺട്രാക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. SA നോഡ് ഇവിടെ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് വരിക, ഇതിനെ അത് AV നോഡ് റിസീവ് ചെയ്യുക. AV നോഡ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് വരിക. ഇവിടെ നിന്ന് പുർക്കിഞ്ച് ഫൈബർ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ വെൻട്രിക്കിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊണ്ടുപോകും. ഇത് 8ാം ക്ലാസ്സിന് ആവശ്യമില്ല, എന്നാലും ഞാൻ 9ന് ആവശ്യമില്ല, എന്നാലും പറഞ്ഞിരിക്കുകയാണ്. +1 ബേസിലേക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. കോൺട്രാക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന 2 എണ്ണമാണ്. SA നോഡ്, സൈനോ എട്രിയൽ നോഡും പിന്നെ AV നോഡും. AV നോഡെന്ന് പറയുന്നത് ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൻ്റെ അടുത്തിരിക്കുന്ന നോഡായതുകൊണ്ടാണ് AV നോഡെന്ന് പറയുക. SA നോഡ് സൈനോ ഏട്രിയൽ നോഡ്, ഏട്രിയം ഓറിക്കിൾ, സൈനോ ഓറിക്കുലാർ, സൈനോ ഏട്രിയൽ നോഡ്, അവിടെ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് SA നോഡിനെ സാധാരണഗതി പറയുന്നത് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ്. ഹാർട്ടിൻ്റെ പേസ് മേക്കറാണ്. ഇതാണ് പേസ് മേക്കർ, നാച്ചുറൽ പേസ് മേക്കർ. ഹാർട്ടിലുള്ള പേസ് മേക്കർ ഏതെന്ന് ചോദിച്ചാൽ SA നോഡാണ്. അതിന് മറ്റൊരു പേരൂടെ ഉണ്ട്, പേസ് സെറ്റർ എന്ന് പറയും. പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിതമിക്കായിട്ടാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, റിതമിക് ബീറ്റിംഗ് ആണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ SA നോഡെന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസാണ്. അപ്പോൾ SA നോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഇമ്പൾസ് AV നോഡ് സ്വീകരിച്ചിട്ട് പുർക്കിഞ്ച് ഫൈബേഴ്സ് എന്ന് പറയുന്നതിലൂടെ ഇത് ഹാർട്ടിൻ്റെ ബോഡി സർഫസിലെല്ലാം അത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഹാർട്ടിന് മൊത്തത്തിൽ കോൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റും. അതാണ് SA നോഡ് AV നോഡും സീൻ അപ്പർ ലാറ്ററൽ AV നോഡ് സീൻ അപ്പർ ലാറ്ററൽ വാൾ ഓഫ് റൈറ്റ് ഓറിക്കിൾ. ദെൻ SA നോഡിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിയുമ്പോൾ SA നോഡ് ജനറേറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് കാൾഡ് കാർഡിയാക് മസിൽ, പേസ് മേക്കർ ഓർ പേസ് സെറ്റർ ഓർ ഹാർട്ട് ഓഫ് ഹാർട്ട് എന്നും പറയും. പേസ് മേക്കറിനെ പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ഹാർട്ട് എന്നാണ് പറയുക. ഇനി ഈ ദിസ് ഇമ്പൾസ് ഈസ് പിക്ഡ് അപ്പ് ബൈ AV നോഡ്. ഞാൻ നേരത്തെ പറഞ്ഞു AV നോഡ് വലിച്ചെടുത്തതിന് ശേഷം ലൈസ് ഇൻ ദി ലോവർ റീജിയൻ ഓഫ് ദി ഇൻട്രാ ഓറിക്കുലാർ സെപ്റ്റം. എന്നിട്ട് ഫ്രം AV നോഡ് ദി ബീറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ബണ്ടിൽ ഓഫ് ഫീസ്. പുർക്കിഞ്ച് ഫൈബേഴ്സ് എന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് പോകുന്ന അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർട്ടിനെ പറയുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഫീസ്. ആ ബണ്ടിൽ ഓഫ് ഫീസിൻ്റെ ബ്രാഞ്ചുകളെയാണ് പുർക്കിഞ്ച് ഫൈബേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഹാർട്ടിനെ ബീറ്റ് ചെയ്യാനുള്ള പാർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആ പടം ഞാൻ കാണിച്ചു തരാം. പടം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകും. ഹാർട്ട് ബീറ്റ് ഇതാണ് പടം. ഞാൻ ഇവിടെ വരച്ചതിൽ ഒരു ചെറിയ കറക്ഷനുണ്ട്. ഇതെല്ലാം കൂടെ കൺഫ്യൂഷനായി കിടന്നുകൊണ്ട് വരച്ചതാണ്. ഇപ്പം ഇതിന് നമ്മൾ റൈറ്റ് എന്ന് നേരത്തെ പറഞ്ഞു, റൈറ്റ് സൈഡ്. ദേ ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ SA നോഡ് ഇരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലാണ്. ഇത് അടുത്ത എപ്പിസോഡാക്കി ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇത്രയും കൂട്ടണ്ട, അല്ല അത്രയും അടുത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ചതുള്ളൂ. ഇവിടെയാണ് അത് ഇരിക്കുക. ഇതാണ് SA നോഡ്. ഇവിടെ നിന്നാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക. ഇതിനെയാണ് ആര് വലിക്കുക? AV നോഡ് വലിക്കുക. ഇതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്നത്. അവിടെ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വലിച്ചെടുത്ത് അതിൻ്റെ ബ്രാഞ്ചുകളായി പുർക്കിഞ്ച് ഫൈബർ എന്ന് പറഞ്ഞ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഇതാ പടം കാണിച്ചു തരാം. ഇതാണ് ആ പടം. ഇതാ കാണാം, SA നോഡ് ഇരിപ്പുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് റൈറ്റ് ഏട്രിയത്തിൻ്റെ മുകളിലായിട്ട് അതിരിക്കുന്നു.
അതിൽ നിന്ന് ഇതിൻ്റെ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓറിക്കുലോ വെൻട്രിക്കുലർ സെപ്റ്റത്തിൻ്റെ അടുത്തായിട്ട് AV നോഡ് വരുന്നു. ആ AV നോഡ് അത് റിസീവ് ചെയ്ത് അതിവിടെ കാണിച്ചിട്ടില്ല. ആക്ച്വലി അവിടെ പുസ്തകത്തിൽ അത് കാണേണ്ടതാണ്. അത് ഇവിടെ നിന്ന് റിസീവ് ചെയ്യണം. AV നോഡെന്ന് പറയുന്നത് ഇവിടെ ഒരെണ്ണം ഉണ്ടാവണം. അത് പുസ്തകത്തിലും വിട്ടുപോയിരിക്കുകയാണ്. അത് പുസ്തകത്തിൽ അത് സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ വിട്ടുപോകും, ചിലപ്പോൾ ഒന്ന് മാറിപ്പോവും. കറക്റ്റ് ചെയ്യും. ഇതിലേക്ക് ഇവിടെ നിന്നുള്ള ഇമ്പൾസുകൾ സ്വീകരിച്ചിട്ട് ആ AV നോഡ് എന്ത് ചെയ്യും? അത് ബണ്ടിൽ ഓഫ് ഹിസ്സിലേക്ക് കൊടുക്കും. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്ട്രക്ചർ. ആ ബണ്ടിൽ ഓഫ് ഹിസ്സിലൂടെ അതെന്ത് ചെയ്യും? പുർക്കിഞ്ച് ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പുർക്കിഞ്ച് ഫൈബർ, ബണ്ടിൽ ഓഫ് ഹിസ്. AV നോഡെന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് ഹിസ്സിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ബണ്ടിൽ ഓഫ് ഹിസ്സിലേക്ക് കൊടുക്കണമെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ്സുമായിട്ട് ചേർന്നിരിക്കണം. ഞാൻ കുറച്ച് മുകളിലായിട്ടത് വരച്ചു, അല്ല കുറച്ച് ഇതുമായിട്ട് ചേർന്ന് തന്നെ ഇരിക്കണം, എന്നാലേ അത് കൂടുതൽ കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് വലിച്ചെടുക്കുന്നു, അത് കൊടുക്കുന്നു. ഇതാണ് സംഭവം. അപ്പം SA നോഡ് ജനറേറ്റ് ഇലക്ട്രിക്, അത് പറഞ്ഞല്ലോ. കാർഡിയാക് പേസ് സെറ്റർ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് 70 ml ബ്ലഡ് പമ്പ് ചെയ്യുമെന്നാണ്. 70 ml ബ്ലഡ് ഒരു കാർഡിയാക് സൈക്കിൾ. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു സൈക്കിളാണ്. സൈക്കിളിൽ 70 ml പമ്പ് ചെയ്യപ്പെടുമെന്നും അങ്ങനെ വരുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ വെൻട്രിക്കിൾ പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ്. ഒരു ആരോഗ്യമുള്ള വ്യക്തിയുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ 5 ലിറ്റർ ബ്ലഡ് ഹാർട്ടിലൂടെ പമ്പ് ചെയ്ത് കഴിയുകയാണ്. അപ്പോൾ ഹാർട്ട് എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഒരു മിനിറ്റിൽ 5 ലിറ്റേഴ്സ് കയറി പോകുക. അപ്പോൾ ഒരു ദിവസം, ഒരു മണിക്കൂറിൽ എത്രയായി? അപ്പോൾ ഒരു ദിവസം എത്രയായി? അപ്പോൾ ആ ഹാർട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് റിബ്സ് കേജ് ഉപയോഗിച്ച്, വാരിയെല്ലുകൾ ഉപയോഗിച്ച് ഹൃദയത്തിനെ കറക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈച്ച് കാർഡിയാക് സൈക്കിളിൽ 2 സൗണ്ടുകൾ ഉണ്ടാവും, 2 സൗണ്ട്സ് ഉണ്ടാവും. ഫസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് ലെബ് എന്ന് പറയുന്നത്. എന്താണ് ഈ ലെബ് എന്ന് പറയുന്നത്? ഈ 2 ഓറിക്കിളുകൾ, ഈ 2 വെൻട്രിക്കിളുകൾ കോൺട്രാക്റ്റ് ചെയ്യുന്ന സൗണ്ടാണ് ലെബ്. ആദ്യം ആര് കോൺട്രാക്റ്റ് ചെയ്യും? ഈ 2 ഓറിക്കിളുകൾ ചുരുങ്ങും, കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ബ്ലഡ് എവിടെ എത്തും? വെൻട്രിക്കിളിലെത്തും. അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോഴത്തേക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൾമിനറി ആർട്ടറിയിലേക്കും അയോർട്ടയിലേക്കും ബ്ലഡിനെ പമ്പ് ചെയ്ത് അകത്തോട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ്റായിട്ട് ഇവ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ കോൺട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നതാണ് ലെബ് എന്ന് പറയുന്ന സാധനം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വാൽവുകൾ കണ്ടില്ലേ, ഇത് ഈ ഇവിടേക്ക് കയറി പമ്പിലേക്ക് കയറിയതിന് ശേഷം ഇത് റിലാക്സ് ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ട്. ഈ റിലാക്സ് ചെയ്യുന്നതാണ് എന്ത്? ഡബ് എന്ന് പറയുന്ന സംഭവം. ഡബ് അത് വാൽവ് അടയുമ്പോഴാണ് ആ ശബ്ദം ഉണ്ടാകുക. ഏതൊക്കെ വാൽവുകളാണ്? ഈച്ച് കാർഡിയാക് സൈക്കിൾ കൺസിസ്റ്റ് 2 സൗണ്ട്. ഫസ്റ്റ് സൗണ്ട് ഈസ് ലെബ് ക്ലോസിങ് ഓഫ് AV വാൽവ്, ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ്. ഈ ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവുകൾ ഇതിൽ നിന്ന് കോൺട്രാക്റ്റ് ചെയ്ത് ബ്ലഡ് ഈ വെൻട്രിക്കിളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് അടയും. ഈ അടയുന്ന ശബ്ദമാണ് ഏതാ? ലബ് എന്ന് പറയുന്ന ശബ്ദം. സെക്കൻഡ് സൗണ്ട് എന്താണ്? ഡബ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ട് വെൻട്രിക്കിൾ പമ്പ് ചെയ്ത് ഈ അയോർട്ടയിലും പൾമിനറി ആർട്ടറിയിലേക്കും കയറ്റിക്കൊടുത്ത് കയറിക്കഴിയുമ്പോൾ സെമി ലൂണാർ വാൽവ്സ് ഡപ്പ് എന്നൊന്ന് അടയും. ആ 2 വാൽവുകൾ അടയുന്ന ശബ്ദമാണ്. അത് ഈ കോൺട്രാക്ഷൻ്റെ പ്രോസസ്സുകളിൽ സംഭവിക്കും. കോൺട്രാക്ഷനാണ് ഇതിനെ ബ്ലഡ് ലെവൽ താഴേക്ക് കൊണ്ടുവരികയും മുകളിലേക്ക് കയറ്റി കൊടുക്കുകയും ചെയ്യുന്നത്. വാൽവ് അടയുന്ന ശബ്ദങ്ങളാണ് ലബും ഡബും. ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവുകൾ അടയുന്ന ശബ്ദമാണ് ലബ്. സെമി ലൂണാർ വാൽവ്സുകൾ അടയുന്ന ശബ്ദമാണ് ഡബ്. ക്ലിയർ ആണല്ലോ? ഇതാണ് സംഭവം. ഇനി മർമറിങ് ഓഫ് ഹാർട്ട്. നോർമലി ഹാർട്ട് ബീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 72. അത് ഇനി അടുത്ത പാർട്ടിലേക്ക് വരും. പക്ഷേ ഈ പറയുന്ന എരപ്പും ഒരു റിതമിക് അല്ലാത്ത രീതിയിൽ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ മർമറിങ് അത് പ്രോബ്ലമാണ്. അത് വാൽവുലാർ ഡാമേജാണ്. അപ്പോൾ കൃത്യമായി ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അതിനെ പരിശോധിക്കാൻ ECG എടുക്കാം. ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ECG നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു PQRST വേവ് കിട്ടും.
PQRST വേവ് നമുക്ക് കിട്ടും. PQRST വേവ് അത് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അറിയാം. കറക്റ്റായിട്ടാണ് അത് പോകുന്നതെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. അതിൽ എറേഴ്സുകൾ വന്നാൽ, അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് പ്രോപ്പർ അല്ലാതെയായിട്ട് വരികയാണെങ്കിൽ അവിടെയാണ് വാൽവിന് പ്രശ്നമുണ്ട്, ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുക. ഓക്കെ ആണല്ലോ. യഥാർത്ഥത്തിൽ ഇത് 2 എപ്പിസോഡുകളായിട്ട് ഇടേണ്ട പാർട്ടാണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഒരു എപ്പിസോഡ്, പിന്നെ ഈ പറയുന്ന കോൺട്രാക്ഷൻ, റിലാക്സേഷൻ, AV നോഡ്, SA നോഡ്, ദെൻ വാൽവുകളുടെ അടയലുകൾ, ലബ്, ഡബ്, ഈ സൗണ്ടെല്ലാം. പക്ഷേ ഞാനിതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു എപ്പിസോഡ് ഈ പാർട്ടിൽ തന്നെ കയറ്റ് ചെയ്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എപ്പിസോഡുകൾ കണ്ട് ഇത്രയും സമയം കളയണ്ട, ഈ ഒറ്റ എപ്പിസോഡിൽ തന്നെ കാര്യങ്ങൾ ക്ലിയറായി കിട്ടും എന്നാണ്. അപ്പോൾ വീണ്ടും കേട്ട് നോക്കുക. അപ്പോൾ ഞാൻ 2 കറക്ഷൻ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം SA നോഡ് വരച്ചത് ഇവിടെയായിരുന്നു, അത് പെട്ടെന്ന് ഞാൻ വരച്ചു പോയതാണ്. അല്ല, റൈറ്റ് സൈഡിലാണ്, റൈറ്റ് ഓറിക്കിളിലാണ് SA നോഡ്. കാരണം ഇത് അടുത്ത എപ്പിസോഡ് ആക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ പെട്ടെന്ന് ഇതുകൂടെ അങ്ങ് തീർത്തേക്കാം എന്നുള്ള ആ ഒരു പ്രോസസ്സിലാണ് സംഭവിച്ചത്. അപ്പോൾ SA നോഡ് റൈറ്റിലാണ്, റൈറ്റ് ഓറിക്കിളിൻ്റെ മുകളിൽ SA നോഡ് വരും. SA നോഡ് വിടുന്ന ഇമ്പൽസിനെ AV നോഡ് വലിച്ചെടുത്തുകൊണ്ട് അതിനെ വീണ്ടും വിട്ടു കൊടുക്കുന്നത്, അതാണ് 2 കണ്ടക്റ്റിംഗ് സിസ്റ്റം. പറഞ്ഞില്ലേ, അതല്ലേ പറഞ്ഞത്, 2 AV നോഡിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ പറഞ്ഞത് 2 കോൺട്രാക്ഷൻ സെൻറ്റേഴ്സും 1 കണ്ടക്റ്റിംഗ് സിസ്റ്റം. കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബണ്ടിലഫീസും ഞാൻ പറഞ്ഞല്ലോ, ബണ്ടിലഫീസ് പുർക്കിഞ്ച് ഫൈബർ കേട്ടോ, അതാണ്. അപ്പോൾ SA നോഡും AV നോഡും എന്ന് പറയുന്ന 2 സെൻറ്റേഴ്സും പിന്നെ കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഓക്കെ, കോൺട്രാക്റ്റിംഗ് സിസ്റ്റം ഈ SAയും AVയുമാണ്. കട്ടി വാക്കുകളൊക്കെയാണ് ഇതിലും ഇനി അങ്ങോട്ടും ഒക്കെയുള്ള കട്ടി വാക്കുകളാണ്. പലവട്ടം പറയുകയും എഴുതി പഠിക്കുകയും ചെയ്യുമ്പോൾ സിമ്പിളാവും. ഇത്രയേ ഉള്ളൂ സംഭവം. SA നോഡ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നതാണ്. അതും പിന്നെ ദെൻ AV നോഡിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇതാണ് ഒരു കറക്ഷൻ. ഞാൻ ഇപ്പുറത്ത് വരച്ചതെന്ന് ഇങ്ങോട്ട് മാറ്റി വരച്ച്. രണ്ടാമത്തെന്ന് പറയുന്നത് ലബും ഡബും എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഈ പറയുന്ന വാൽവിൻ്റെ ശബ്ദം. എന്ന് വെച്ചാൽ ഓറിക്കിൾ കോൺട്രാക്റ്റ് ചെയ്യുമ്പം വെൻട്രിക്കിളിലേക്ക് എത്തും. വെൻട്രിക്കിൾ കോൺട്രാക്റ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ഈ അയോർട്ടയിലേക്കും പൾമിനറി ആർട്ടറിയിലേക്കും ബ്ലഡ് കയറും. അപ്പം ഓറിക്കിളിൽ നിന്ന് ബ്ലഡ് താഴെ വെൻട്രിക്കിളിൽ എത്തിക്കഴിയുമ്പം വെൻട്രിക്കിൾ കോൺട്രാക്റ്റ് ചെയ്യുമ്പം തിരിച്ച് ഓറിക്കിളിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് അങ്ങ് അടയുന്നത്. ആ അടയൽ ശബ്ദം എന്ന് പറയുന്നത് ലബ് എന്ന് പറയുന്ന ശബ്ദം, അത് സോഫ്റ്റാണ്, ചെറുതാണ്. പക്ഷേ സെമി ലൂണാർ വാൽവിൻ്റെ അടയൽ എന്ന് പറയുന്നത് വലിയ ശബ്ദമാണ്. കാരണം ഇതിവിടെ നിന്ന് അടിച്ച് മുകളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് കുഴലിലേക്ക്. തിരിച്ചത് താഴേക്ക് വരാതിരിക്കാൻ സെമി ലൂണാർ വാൽവ് ശബ്ദം കൂട്ടിയൊരു അടയലടയും. ഇതാണ് ലബ് ഡബ് എന്ന് പറയുന്ന സംഭവം. ഈ 2 എണ്ണമാണ് എനിക്ക് ഞാൻ പറഞ്ഞതിൽ കംപ്ലീറ്റ് ആക്കാതെ ഇരുന്ന് അത് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഫ്രണ്ട്സിനുമൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാൻ മറക്കണ്ട. കൂടുതൽ എപ്പിസോഡുകളിട്ട് നിറയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കുറച്ച് എപ്പിസോഡുകളിലായിട്ട് കൂടുതൽ കണ്ടൻറ്റുകൾ കയറ്റുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ കിടക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും, അറിയാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക, സേഫായിരിക്കുക. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും ഗുണങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്താനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ വന്ന് കിടക്കും. വേറെ ഷെയറിങ് ഇല്ലെങ്കിൽ തന്നെ വന്ന് കിടന്നോളും. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ കാണാം. പലവട്ടം കാണാൻ ശ്രമിച്ചാൽ ഇത് തലയിൽ ഉറയ്ക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്താൽ അങ്ങനെ ഇരിക്കും. മറ്റേ ബോർഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ചിട്ട് ക്ലാസ് റൂമിലാണെങ്കിൽ വായിച്ചിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഗുണം എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഇതിങ്ങനെ കിടന്നോളും. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും കേൾക്കാം, കാണാം, പഠിക്കാം. ഇപ്പോഴത്തെ സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കൂട്ടായിട്ട് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ, ക്ലാസ് റൂം ലേണിംഗ് ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞ് ബോർഡും മാച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലാസ്സിലില്ല. പക്ഷേ ഇതിവിടെ തന്നെ കിടപ്പുണ്ട്. പലവട്ടം കാണുക, പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഐ ലവ് യു ഓൾ. താങ്ക് യു.